കൂട്ടുകാരെ എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിച്ച എന്തായിരുന്നു? ഞാനിത് കപ്പ ഇളക്കിയതും മീൻ കറിയും വേണ്ട കൊള്ളാം കേട്ടോ. ഞാൻ രാവിലെ കപ്പ ഇളക്കി, അപ്പം ഞാൻ വിചാരിച്ച് വെറും കപ്പയും മീൻ കറിയും മാത്രം കഴിക്കാമെന്ന്. മീനൊന്നും ഇല്ല കേട്ടോ, നൊത്തോലിയാണേ, കുഞ്ഞു നൊത്തോലി വച്ചിട്ട് അത്ര ടേസ്റ്റ് ഇല്ല, എങ്കിലും കൊള്ളാം. പുളിച്ചിക്കൊക്കെ ഇട്ട് വെച്ച് ഇലിമ്പം പുളി കഴിച്ച കൂട്ടുകാരെ. ചോറ് വേണ്ടെന്ന് വിചാരിച്ച് കപ്പ മാത്രം കഴിക്കാമെന്ന് കരുതി ചോറ് വെച്ച്, ചോറും കറികളൊക്കെ വെച്ച് അതിന് വൈകുന്നേരം ആവട്ടെ കപ്പ കഴിക്കാമെന്ന് കരുതി. കൊള്ളാം കേട്ടോ, നല്ല വേവുന്ന കപ്പ. 2 വെള്ളവും നല്ല വേവണം, ഇളക്കാൻ നല്ല കപ്പ. എൻ്റെ പൊന്നു, മൊബൈൽ തുറന്ന ഇപ്പം ഗണേഷ് കുമാറിനെ പറ്റിയേ ഉള്ളൂ. കുറേ നാൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയായിരുന്നു. നിനക്ക് എന്തിൻ്റെ അസുഖമുണ്ടോ? ഇപ്പം എവിടെ തിരിഞ്ഞാലും ഗണേഷ് കുമാറിനെ പറ്റി പറയണതേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേട്? എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞ് പരത്തണമുണ്ടോ ഇലക്ഷൻ വന്നപ്പോൾ? രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെല്ലാം പറഞ്ഞു? അവനാ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കി. ഇതുപോലെ ഇപ്പം വിഷയമായി നടക്കുകയാണ്. സ്വന്തം ഭാര്യ തന്നെ അവനിട്ട് പാര വെച്ചു. മൊബൈൽ തുറക്കാൻ പാടില്ല. ഓരോരോ രീതിയിൽ പലരും പല തരത്തിലാണ് പറയണത്. ഇന്ന് പത്രത്തിലും ഉണ്ടായിരുന്നു. ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു കള്ളക്കറ കരിച്ചണയ്ക്കും. പിന്നെ കൂട്ടുകാരെ, ഒരു സന്തോഷ വാർത്തയോടെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നെട്ടുകാൽ തേരി തുറന്ന ജയിലിൻ്റെ ഏരിയ 280 ഏക്കർ ബ്രഹ്മോസിന് വേണ്ടി കൊടുത്തു. അതിൽ 100 ഏക്കർ 180 ഏക്കർ ബ്രഹ്മോസിനും ബാക്കി ഇത്ര ഏക്കർ വേറെ എന്തോ സ്ഥാപനങ്ങളൊക്കെ വരാനാണ്. അത് ഇന്ന് അതിൻ്റെ ഭൂമി കൈമാറ്റാണ്. അപ്പോൾ അളവൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് മുമ്പ് പോയി. ഞങ്ങളെ നാട്ടിലാണ് വരുന്നത്. അപ്പോൾ നാടിന് നല്ല വികസനമൊക്കെ ഉണ്ടെന്നാണ് പറയണത്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. ഇവിടെ തിരുവനന്തപുരത്തുള്ള ബ്രഹ്മോസാണ് ഇങ്ങോട്ടാക്കുന്നത്. അവിടെ എയർപോർട്ട് എന്തോ വലുതാക്കുന്നത് കൊണ്ടാണെന്നാണ് പത്രത്തിലൊക്കെ കിടന്നത്. അപ്പം ഞങ്ങളെ നാടിൻ്റെ മോശമായ തന്നെ മാറുകയാണ്. ഇങ്ങനെ നല്ലൊരു വികസനം നമ്മുടെ നാടിന് വരെയാണ്. ഇത് എത്ര ഏക്കറുണ്ട് ഈ തുറന്ന ജയിലിൻ്റെ ഏരിയ? അപ്പോൾ അതിൽ നിന്നും 280 ഏക്കറാണ് 2-3 ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. അതിൽ 16 ഏക്കർ കഴിഞ്ഞ 2-3 ദിവസത്തേക്ക് മുമ്പ് ക്ഷീര വ്യവസായ വകുപ്പിന് അതെന്തോ ഡയറി ഫാം എന്തോ തുടങ്ങാൻ വേണ്ടി അതിന് കൊടുത്തു. അപ്പോൾ ബാക്കി ഇങ്ങനെ ഓരോരോ ഐറ്റങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നല്ലൊരു വികസനം വന്ന് നല്ല സന്തോഷമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ബാക്കി കൂട്ടുകാർ എല്ലാവരും കഴിച്ചാൽ ഒരു മുളവെടുത്ത് കഴിച്ച് ഏരി കേട്ടാ. ഉടങ്കല്ലി മുള വരിഞ്ഞിട്ട് മൊത്തോലിയിൽ നല്ല എരിവുണ്ട് കേട്ടാ. പിന്നെ എല്ലാവരും കഴിക്കും കൂട്ടുകാരെ. കഴിച്ചില്ലെങ്കിൽ ചോറ് കഴിക്കും. സമയം മണി 1 ആയി. അടുത്ത വീഡിയോ കാണാമേ.